രേണുവിന്റെ ഡാൻസും പാട്ടും എല്ലാം ഒരുമിച്ച് കളിക്കുന്ന വല്ല മറ്റാരും ഇല്ല. ഒരാൾ പാട്ടുകാരൻ ഡാൻസ് അവർക്ക് അറിയില്ല. ഇത് രേണുവാണ് രണ്ടും ചെയ്യുന്നത്. അച്ഛന്റെ കൂട്ടുകാരനെ അമ്മയുടെ കൂട്ടുകാരൻ ഞങ്ങളിപ്പോ സെൽഫി ഒക്കെ എടുത്തു ഫോട്ടോ ഒക്കെ. അങ്ങനെ ഇരിക്കുന്നത് ഇതെന്റെ ഡ്യൂപ്പാ കേട്ടോ, ഇതെന്റെ ഡ്യൂപ്പാ, ചേച്ചിയുടെ മോളാണ് എന്റെ ഡ്യൂപ്പ്, എന്റെ ഡ്യൂപ്പ്. ലുധിയാമ 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 ലുധിയാമയാണോ? ലുധിയാമ എന്റെ ചുക്കുടുമണി അല്ലടാ, നീ എന്റെ തക്കുടുവാവ അല്ലടാ, എന്താടാ മിണ്ടാട്ടെ മറ്റേ സാധനം. നമ്മൾ ഗൾഫിനോടൊന്നും ചോക്ലേറ്റ് ഞങ്ങൾക്ക് തന്നിട്ടില്ല. തന്നോ? എത്ര തന്നു? തന്നോ? ഒറ്റക്ക് തിന്നല്ലേ, പത്തോട്ട് ഒറ്റക്ക് തിന്നല്ലേ അല്ല. ഇറങ്ങാം. അപ്പാനി പോയാ? എപ്പോഴാ എങ്ങനെ പോന്നെ? അപ്പാനി എന്നെ കൂട്ടാൻ പോയോണ്ടോ? ഓക്കെ ഞങ്ങൾ എടുക്കാൻ പോവാണ്. ഞങ്ങൾ ഇവനാണ് നായകൻ, ഞാൻ നായകൻ അല്ലടാ. എക്സ്ക്ലൂസീവ് വർക്ക് കിട്ടി, ഇത് തീർന്ന്. ശരി ബൈ ബൈ. ഇതിനെയാണോ ഒന്നെ കൂടെ വിടാമോ? ഇവിടെയുണ്ട് അവിടെയുണ്ട്. എല്ലാവരും സ്നേഹത്തിന് നന്ദി, സന്തോഷം. നെവിനെ എല്ലാവരും മിസ് ചെയ്യുന്നു, അനീഷ് നെവിൻ എല്ലാവരും മിസ് ചെയ്യുന്നു. ട്രോഫി നല്ല രസമുണ്ട് കാണാൻ. സൂപ്പർ. അല്ല അതിനെ പറ്റി ട്രോഫിയെ പറ്റിയുള്ള ഞാൻ ഒരു മനുഷ്യനെ കുറ്റം പറയാൻ നിങ്ങൾ കണ്ടെത്തില്ല. ഞാൻ ആരും കുറ്റം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും ഞാൻ പറയല്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് എന്നെപ്പറ്റി 100 കുറ്റങ്ങളാണ് ആൾക്കാർ പറയുന്നത്. ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം നല്ല ആൾക്കാരൊന്നും എന്നെ കുറ്റപ്പെടുത്തത്തില്ല. അത് ഇപ്പം അവർ പറയുന്നതല്ലല്ലോ ഞാൻ പറയുന്നത്. ഞാൻ അവർ അനുമോൾക്ക് കിട്ടിയതിൽ സന്തോഷം, കൺഗ്രാജുലേഷൻ അനുമോൾ. അതെനിക്ക് പറയുന്നത് പേഴ്സണലാണ്, നല്ല പേഴ്സണാലിറ്റി മിസ് യു, ലവ് യു. എന്നാൽ മാത്രമേ ഗെയിംസ് അതൊരു ഫ്രൂട്ട്ഫുൾ ആകത്തുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആരോപണങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജിൻഡോ കുറേ ആരോപണം കേട്ടില്ലേ? നമുക്ക് ആ ട്രോഫി തലയിൽ വെക്കുമ്പോൾ എപ്പോഴും ഒരു ഇച്ചിങ്ങാണ്, ഇത് ഇങ്ങനെ കിട്ടിയെന്ന് ആളെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാതെ നിനക്ക് ഇങ്ങനെ കിട്ടി, എന്തിനാണ് അങ്ങനെ ഒരു വിന്നിങ് നമുക്ക്? എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല എൻ്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് കിട്ടിയത് എൻ്റെ ശാരിക, അതായത് ഹോട്ട് സീറ്റ് ശാരിക എൻ്റെ ഹാർട്ട് സീറ്റിൽ ഇടം പിടിച്ചു. അതാണ് ഹോട്ട് സീറ്റും ഹാർട്ട് സീറ്റും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ. ബിഗ് ബോസ് സീസൺ 7 നിന്ന് സൗഹൃദങ്ങൾ വളരെ കുറവാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല സൗഹൃദം, ഏറ്റവും ജെം ഓഫ് എ പേഴ്സൺ ആണ് എൻ്റെ രേണു.